അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അള്ളാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഏവർക്കും വർഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു ഹദീസ് മനസ്സിലാക്കാം. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ളലുൽ ഇബാദത്തി അൽ ഫിഖ്ഹു. അഫ്ളലുൽ ഇബാദത്തി, ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഫിഖ്ഹു, മതവിജ്ഞാനമാകുന്നു എന്ന് കാല സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് കൂടി മനസ്സിലാക്കാം. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ യുരിദല്ലാഹു ബിഹി ഹൈറൻ വയുഫഖിഹുഹു ഫിദ്ദീനി. ആർക്കെങ്കിലും അള്ളാഹു ഒരു ഗുണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, മൻ യുരിദല്ലാഹു ബിഹി ഹൈറൻ, അള്ളാഹു ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീനി, ദീനീയ കാര്യങ്ങൾക്ക് അള്ളാഹു അറിവ് കൊടുത്ത് അവരെ മതവിജ്ഞാനരാക്കുമെന്ന് കാല സയ്യിദുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, മതവിജ്ഞാനം എന്നത് ഒരു ദിവ്യ ദീപമാണ്, അത്യുജ്വലമായ വെളിച്ചം. ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ച് മതവിദ്യ നേടുമ്പോഴാണ് അത് ഹൃദയത്തിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാഫിയല്ലാത്ത ഇൽമ്, ഉപകാരപ്പെടാത്ത വിവരം അള്ളാഹുവിങ്കൽ ചിലവഴിക്കാത്ത നിധി പോലെയാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ അറിവിനെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നാഫിയാക്കണം, ഉപകാരമുള്ളതാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, 5 നേരത്തെ നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നാണ്. രണ്ടാമത് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. വീണ്ടും മഹാനവറുകൾ ചോദിച്ചു, ഇനി എന്താണ് നബിയെ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീനിൻ്റെ മാർഗത്തിൽ നീ പോരാടുക, ദീനിൻ്റെ മാർഗത്തിൽ നീ പ്രവർത്തിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിലമതിക്കാനാവാത്ത ഒരു അമൂല്യ സമ്പത്താണ് മതവിജ്ഞാനം. മതവിജ്ഞാനം എന്നത് നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ അത് സഹായിക്കുന്നു. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഹറജ ഫീ തലബിൽ ഇൽമി ഫഹുവ ഫീ സബീലില്ലാഹി ഹത്താ യർജിഉ. മൻ ഹറജ ഫീ തലബിൽ ഇൽമി, ആരെങ്കിലും വിജ്ഞാനം കരസ്ഥമാക്കുവാൻ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, ഫഹുവ ഫീ സബീലില്ലാഹി, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. ഹത്താ യർജിഉ, അവർ വീട്ടിൽ തിരിച്ച് എത്തുന്നത് വരെയും. മാത്രമല്ല അള്ളാഹു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും, ഒരു മതവിജ്ഞാനം കരസ്ഥമാക്കുവാൻ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് എന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ പണ്ഡിതൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മകനെ ഉപദേശിക്കുകയുണ്ടായി, പൊന്നുമകനെ, മകൻ അറിവ് തേടി യാത്രയാകണം. മതവിജ്ഞാന സദസ്സുകൾ മകൻ എവിടെ കണ്ടാലും മകൻ അവിടെ കയറി ചെല്ലണം. പൊന്നുമകനെ, മകൻ കാണുന്നില്ലേ, ഉണങ്ങി വരണ്ട ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ സസ്യങ്ങൾ മുളയ്ക്കുന്നു, തളിർക്കുന്നു, പൂക്കുകയും കാക്കുകയും ചെയ്യുന്നു. അതുപോലെ ഉണങ്ങി വരണ്ട ഭൂമിയെ മഴ സജീവമാക്കുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ അറിവ് ജീവനുള്ളതാക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ നന്മയാകുന്ന വിത്തുകൾ മുളയ്ക്കുകയും അത് തളിർക്കുകയും പൂക്കുകയും കാക്കുകയും ചെയ്യും. അതുകൊണ്ട് മകൻ മതവിജ്ഞാന വേദികൾ എവിടെ കണ്ടാലും അവിടെ കയറി ചെന്ന് മകൻ അവിടെ ഇരിക്കുക. മകൻ അവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല എങ്കിൽ കാൽമുട്ടുകൊണ്ട് തിക്കിത്തിരക്കിയെങ്കിലും മോൻ അവിടെ സ്ഥാനം പിടിക്കണം. പൊന്നുമകനെ അവിടെ വിതറുന്നത് വിലമതിക്കാനാവാത്ത മാണിക്യക്കല്ലാണെന്ന് മനസ്സിലാക്കി മകൻ ആ മുത്തിനെ ഹൃദയത്തിൽ ശേഖരിക്കുക. ഇതാണ് മഹാനായ പണ്ഡിതൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിച്ചത്.
അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ധനത്തേക്കാൾ പ്രധാനമാണ് അറിവ്. അറിവിന് ധനത്തേക്കാൾ പ്രധാനമാണ് അറിവ്. പിന്നെ സമ്പത്തിനാണെങ്കിൽ ഉടമസ്ഥൻ കാവൽ നിൽക്കണം, പക്ഷേ അറിവ് ഉടമയെ കാത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, മുസ്ലിമായ ഓരോ സ്ത്രീയും പുരുഷനും അറിവ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അത് എവിടെയാണോ ഉള്ളത് അവിടെ പോയി അറിവ് കരസ്ഥമാക്കണമെന്ന് നമ്മുടെ ലോകാനുഗ്രഹിയായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും ചൈനയിൽ പോയാലും അറിവ് പഠിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ചുറ്റും മതപണ്ഡിതരുണ്ട്, മതപഠനശാലകളുണ്ട്, മതപഠന വേദികളുണ്ട്. ദൂരെ എന്ന് നമുക്ക് അറിവ് തേടി പോകേണ്ട കാര്യമില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുവീൻ എന്ന ഒരു താക്കീതും നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ വിദ്യാർത്ഥികളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അറിവ് പഠനത്തെ മഴത്തുള്ളിയോടാണ് ഉപമിക്കുന്നത്. അതായത് 3 ജീവികൾ മഴത്തുള്ളികൾ ശേഖരിക്കുന്നു. ഒന്ന് വേഴാമ്പൽ, അത് മഴത്തുള്ളി ശേഖരിച്ച് വിസർജ്യമായി പുറത്തു വരുന്നു. 2 സർപ്പം, അത് മഴത്തുള്ളി ശേഖരിച്ച് ഉഗ്രവിഷമായി പുറത്തു വരുന്നു. 3-മത്തേത് ചിപ്പി, മഴത്തുള്ളി ശേഖരിച്ച് അത് മുത്തുകളായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന അറിവിനെ നമ്മളത് മുത്തുകളായി രൂപാന്തരപ്പെടുത്തണം. വിലമതിക്കാനാവാത്ത മാണിക്യക്കല്ലാണ് മതവിജ്ഞാനം എന്ന് വിചാരിച്ച് നമ്മൾ അത് മുത്തുകളായി രൂപാന്തരപ്പെടുത്തുക. നമ്മൾ മതവിജ്ഞാന വേദികൾ എവിടെ കണ്ടാലും നമ്മൾ അവിടെ ചെല്ലണം. ചെന്നിട്ട് വിലമതിക്കാനാവാത്ത മാണിക്യക്കല്ലാണ് എന്ന് മനസ്സിലാക്കി എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന നിരാശയോടുകൂടി ഉത്സാഹത്തോടുകൂടി നമ്മൾ അത് പെറുക്കിയെടുത്ത് നമ്മുടെ ഹൃദയത്തെ പ്രകാശമാക്കണം. നാളെ നമ്മൾ പരലോകത്ത് പോകുമ്പോൾ വിജയത്തിന് ആധാരമായി കൊണ്ടുപോകാനുള്ളതാണ് മതവിജ്ഞാനമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മഹാനവറുകൾ നാഫി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന സഹാബിയെ മക്കയിലെ ഗവർണറാക്കി. എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അസുഫാൻ എന്ന സ്ഥലത്ത് വെച്ച് ഈ നാഫി ഇബ്നു അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയെ കാണാനിടയായി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കാനുള്ള കാരണം, ഇവിടെ വരാനുള്ള കാരണമെന്ന് തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ എന്ന വ്യക്തിയെ, ഒരു അടിമയെ ഞാൻ അവിടെ പകരക്കാരനാക്കിയിട്ടാണ് വന്നത്. ഉടൻ തന്നെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം ഒരു അടിമയാണല്ലോ, പിന്നെ എന്തിനാണ് നീ ആക്കിയത്? അദ്ദേഹം പറഞ്ഞത്, ഉമർ അവർകളെ, അദ്ദേഹം ഒരു അടിമയാണ്, ഒരു പാവപ്പെട്ട അടിമയാണ്, അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയാണ്, ഒരു ആട്ടിടയനാണ്. പക്ഷേ അദ്ദേഹത്തിന് ദീനിൻ്റെ കാര്യത്തിൽ അഗാധമായ അറിവുണ്ട് പ്രിയപ്പെട്ടവർ, പിന്നെ മഹാനവറുകളെ. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ മക്കയിലെ ഞാൻ ഗവർണറാക്കിയത്, പകരക്കാരനാക്കിയത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ അഗാധമായി പഠിച്ച മനസ്സിലാക്കിയ വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരടിമയും പാവപ്പെട്ട ഒരടിമയും ഒരു ചെരുപ്പ് കുത്തിയും ആട്ടിടയനുമായ ഒരു മനുഷ്യനെ മക്കയിലെ ഗവർണറാക്കാൻ വേണ്ടി മാത്രം അള്ളാഹു ഉന്നതനാക്കിയത് അദ്ദേഹത്തിൻ്റെ മതവിജ്ഞാനം മാത്രമായിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്ത് 49-ാമത്തെ സൂറത്താണ്. അതിൽ 13-ാമത്തെ ഒരായത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തീർച്ചയായും അള്ളാഹു പറയുന്നു, തീർച്ചയായും അതിൻ്റെ 13-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്തിലാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, അത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇന്ന അക്രമക്കും, തീർച്ചയായും അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവർ, അള്ളാഹുവിന് ഏറ്റവും നിങ്ങൾ ആദരണീയർ, അത്ഖാക്കും, തഖ്വയുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, സമ്പത്തിൻ്റെ വലിപ്പമോ അധികാരങ്ങളോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ അടുത്ത് നേട്ടമാക്കി കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അടുത്തുള്ള നേട്ടം
തഖ്വയുള്ളവരെയാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും തഖ്വയുള്ളവരായിരിക്കുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും നമ്മൾ പഠിച്ച് മതവിജ്ഞാനരായി, നമ്മൾ തഖ്വയുള്ളവരായി, മുത്തഖീങ്ങളായി, മുഹ്സിനീങ്ങളായി അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടണം പ്രിയപ്പെട്ടവരെ. അതിന് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും നീ പൊറുത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ് നാഥ. രോഗത്തിൻ്റെ ചികിത്സയിലിരിക്കുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. യാ അല്ലാഹ്, അവരുടെ രോഗങ്ങളെ മാറ്റി നീ ശിഫയാക്കണേ റഹ്മാനെ. ശിഫ തരുന്നവൻ നീയാണ് നാഥ, നീ ഷാഫിയാണ് നാഥ, നീ ആ കാഫിയാണല്ലോ അല്ലാഹ്. നിൻ്റെ ഔഷധമില്ലാതെ മറ്റൊരൗഷധമില്ല റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാദികൾക്കും ഉള്ള എല്ലാ രോഗങ്ങളും എല്ലാം മാറ്റി ദുആ ചെയ്തിട്ടുള്ള അവർക്ക് എന്ത് രോഗമാണോ ഉള്ളത് അതെല്ലാം മാറ്റി നീ ശുഭയാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا اغفر لنا وارحمنا ولوالدينا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته.